Hi, welcome to our YouTube channel Sambar and Steps. ഞാനിവിടെ രണ്ടത്താണിയിലാട്ടോ, എൻ്റെ വീട്ടിലാണ്. അപ്പം ഞാൻ രണ്ടനിയത്തിമാരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു, വരുമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്, ഒരുമിച്ച് നിൽക്കാമല്ലോ 2 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഷിമയും ശിവാനിയും കൂടി ഇവിടെ എത്തിയിട്ടോ, വൈകുന്നേരമാണ് വന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവുകയാണ്, കോഴിക്കോട് ബീച്ചിൽ. അപ്പോൾ ശ്രീകുട്ടൻ അങ്ങനെ വിളിച്ചപ്പോൾ പറയാം നമുക്ക് പോകണം അങ്ങോട്ട് എന്നൊക്കെ ചോദിച്ചപ്പോൾ അനിയത്തിയും എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും രസമല്ലേ വെച്ചിട്ട് ഞങ്ങളങ്ങനെ ബീച്ചിലേക്ക് പോകാൻ നിൽക്കട്ടോ. അപ്പോൾ സമയം എനിക്ക് തോന്നുന്നു ഒരു 11:30 ആയി ഉണ്ടാവും തോന്നുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ അച്ഛനൊക്കെ പറയണ്ടായി ഈ രാത്രിക്ക് അവിടെ ആരാ ഉണ്ടാവുക എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് മുന്നേ അവിടെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടല്ലോ, അപ്പോൾ ആ സമയത്തൊക്കെ അവിടെ ആൾക്കാരുണ്ടാവും, നമ്മൾ പോകാത്തതുകൊണ്ടാണ് നമ്മൾ കാണാത്തത്. ഈ രാത്രിയിൽ ഇപ്പം എന്താ അവിടെ കാണാനുണ്ടാവുക, അവിടെ ആൾക്കാരുണ്ടാവുമോ, അങ്ങനെയൊക്കെ ഓരോ സംശയങ്ങളായിരുന്നു. അപ്പോൾ ഇന്ന് ശ്രീകുട്ടീൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആട്ടോ. അപ്പോൾ അവർ 12 മണിയൊക്കെ ആകുമ്പോൾ വിഷ് ചെയ്യണേ. പിന്നെ അച്ഛനും അമ്മയും പോകുന്നില്ല കേട്ടോ, അവിടെ അനൊക്കെ ഒറ്റയ്ക്കാവുമല്ലോ. അപ്പോൾ ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനെയും കൊണ്ട് പോകാനും പറ്റില്ല. പിന്നെ മഴ ചാറുന്നുണ്ടായിരുന്നു, അപ്പോൾ എന്താ സ്ഥിതി എന്നൊക്കെ അങ്ങനത്തെ ഒരു ഇതിൽ തന്നെയായിരുന്നു. അവിടെ എത്തുമ്പോൾ എന്താവുമെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. മഴയൊക്കെ വെച്ചാൽ ഒന്നും കാണാനും പറ്റില്ല, വണ്ടിയിൽ ഉള്ളിൽ തന്നെ ഇരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നല്ല മഴ പെയ്യുമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ ബീച്ചിലെത്തിയ സമയത്ത് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് മഴ ഇല്ലായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ ഈ യാത്ര. നമ്മൾ നൈറ്റ് വൈബ് എന്നൊക്കെ ഞാനിതുവരെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ നല്ല എന്താ പറയുക പാട്ടൊക്കെ ആസ്വദിച്ച് രാത്രിയിൽ നമ്മൾ യാത്ര ഞാൻ ഫസ്റ്റ് ടൈമാണ്, അടിപൊളിയായിരുന്നു. നമ്മൾ പോവാത്തവർ അങ്ങനെയൊക്കെ പറയും, എന്താ പടം കാണാനുള്ളത് അങ്ങനെയൊക്കെ പറയും. പക്ഷേ ഒരു വട്ടമെങ്കിലും നമ്മൾ പോകണം, എന്നിട്ട് നമ്മൾ അറിയണം എങ്ങനെയൊക്കെയാണ്. നമ്മൾ ഈ പകലുള്ളത് മാത്രമല്ല എന്നുള്ളത്, രാത്രിയിലും നമ്മൾ ഉറങ്ങാൻ വേണ്ടി മാത്രമല്ല നമ്മൾ രാത്രി, അതങ്ങനെയല്ല. കുറച്ച് കാഴ്ചകളെ കാണാൻ എല്ലാം നമ്മൾ ആസ്വദിക്കണം. ജീവിതം ഒന്നല്ലേ ഉള്ളൂ അല്ലേ, ഞാൻ അന്ന് പറഞ്ഞ പോലെ. അതിൽ നമ്മൾക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നതൊക്കെ നമ്മളെ കണ്ടെത്തണം. പിന്നെ ഞാൻ മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവമാകുന്ന രീതിയിലാണ് നമ്മൾ സന്തോഷം എന്നുണ്ടെങ്കിൽ ആ സന്തോഷം നമ്മൾ കണ്ടെത്തരുത് കേട്ടോ, ഇനി അങ്ങനെ വിചാരിക്കരുതേ. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിട്ടോ. നമുക്കവിടെ എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ കടൽ ഒന്നും നമുക്ക് കാണില്ല. പുറത്ത് ഇവിടെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഓരോ കച്ചവടങ്ങളും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ആ വെളിച്ചത്തിൽ നമ്മളെ കടലിൻ്റെ അത് നമുക്ക് വരുന്നില്ല. പിന്നെ കുറച്ച് നേരം അവിടെ നിന്നപ്പോഴാണ് നമുക്ക് തിരമാല ഇതൊക്കെ കണ്ടത് കേട്ടോ.
ഇത് റൗണ്ടാന്ന് തോന്നിപ്പിച്ചിട്ടുണ്ടാവും കുറേയൊക്കെ. കാരണം മരുന്നിക്കാണെങ്കിൽ സിറ്റുവേഷൻ ആള് നിർത്തി അതാ പോയി. സ്പീഡ് പോണേ ആരും കൂടെ ഉണ്ടോ ഇല്ല ഒന്നും നോക്കില്ല. കല്ലിന്റെ കല്ല് വെച്ചിങ്ങനെ ഓരോ ചാക്കിൻ്റെ ഉള്ളിൽ അല്ലാതെ പെറുക്കി ലച്ചു ചേച്ചിനെ ഫാമിലി ക്യാമറ അവിടെ ക്യാമറ വീണ്ടും വരിക പോരുത്. ഗുരുവായൂരപ്പൻ സ്കൂളാണോ? വിദ്യാവിനയ. അപ്പോൾ നല്ലൊരു മഴ പെയ്തിട്ട്, നല്ല മഴയെല്ലാം ഒന്ന് ചാറി. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള ഒരു സ്കൂളിൻ്റെ മുൻവശത്തേക്ക് കയറിയെന്നാണ്. അവിടെ എന്തോ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് പരിപാടിയെന്ന് അറിയില്ല. ആൾക്കാർ പോകുന്നുണ്ടോ വേറെ ഐഡിയ. അങ്ങനെ ശ്രീകുട്ടിക്ക് 21 വയസ്സായി. നമ്മൾ ഇത്രയും ദൂരമൊക്കെ പണ്ട് നടന്നുപോയി. അതെയാ ഞങ്ങളെ കല്യാണത്തിന്റെ ആൽബത്തിൽ സ്ക്വയർ ഈ തൃശ്ശൂർ ബസ്സറിട്ട് പുതിയങ്ങാടിക്ക് അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഹൈലൈറ്റ് മോളിൽ കയറിയിട്ടോ. നമ്മൾ പുറത്തുനിന്ന് തന്നെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയില്ലേ. അപ്പം അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ അവിടെയും കയറി. കിട്ടിയിട്ടില്ലല്ലോ ഫ്ലാറ്റ് വാങ്ങിയ പോലെ.
അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോരാ കേട്ടോ. ഏകദേശം ഒരു 2:30-3 മണി ഒക്കെ അടുത്തായി നമ്മൾ വീട്ടിലെത്തിയപ്പോൾ. 2:30 ഒക്കെ ആയിട്ടുണ്ടാവും തോന്നുന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.